തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരാനിനി 2 ദിവസം ബാക്കി നിൽക്കെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വൻ ആക്രമണത്തിന് ഒരുങ്ങുകയാണ്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ മമതയുടെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിനി BJP ഭരിക്കുമെന്നാണ് ഓരോ എക്സിറ്റ് പോളുകളും പറയുന്നത്. EVM സ്ട്രോങ് റൂമിന് ആക്രമിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ഇന്നലെ രാത്രിയോടുകൂടി ശ്രമിച്ചത്. അതോടെ ഇന്നലെ അസാധാരണമായ ഓരോ നീക്കങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. തുടക്കം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഓരോ നീക്കങ്ങളും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും കൂടെ ഇടപെട്ടുകൊണ്ട് അവിടെ 2500ഓളം അർദ്ധ സൈനിക വിഭാഗങ്ങളിലുള്ള മിലിറ്ററികളെ അവിടെ നിയമിച്ചത്. കൂടാതെ UPയിലെ സ്പെഷ്യലിസ്റ്റ് എൻകൗണ്ടർ അജയ് പാൽ ശർമ്മയെയും പോലീസിന്റെ നിരീക്ഷകനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നിയമിച്ചതും ഈ ഒരു ആക്രമണമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതെല്ലാം തെരഞ്ഞെടുപ്പ് തകർക്കാൻ വേണ്ടി ഓരോ നീക്കങ്ങളും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നുവെന്ന ആരോപണത്തിലാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ഒരു നീക്കം തൃണമൂൽ നടത്തിയത്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ആ സത്യം എന്താണെന്ന് വിളിച്ച് ജനങ്ങളോട് പറയുകയും ചെയ്തു. കൂടാതെ പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിക്കുന്ന നടപടിയാണ് കൊൽക്കത്തയിലെ സ്ട്രോങ് റൂമിൽ നടന്നതെന്നും ഇത് എല്ലാവരെയും നേരത്തെ അറിയിച്ചതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. കൊൽക്കത്തയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അർദ്ധരാത്രിയാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം ജനങ്ങളെല്ലാം അറിയിച്ചത്. EVM സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല. മമതാ ബാനർജി കൊൽക്കത്ത നോർത്തിലെ 7 മണ്ഡലങ്ങളിലെ EVM സൂക്ഷിച്ച സ്ഥലത്ത് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നും, കാരണം അവർ അവിടെ സ്ഥാനാർത്ഥി അല്ല എന്നത് മാത്രമല്ല, ആര് ചട്ടം ലംഘിച്ചാലും, മമത മുഖ്യമന്ത്രി ആയാലും ആരായിരുന്നാലും ശരി തന്നെ, തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാൽ കടുത്ത നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ EVM സ്ട്രോങ് റൂമിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. EVMകളിൽ കൃത്രിമം കാണിച്ചതായി ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ കുനാൽ ഘോഷും ശശി പഞ്ചയും ഏകദേശം 4 മണിക്കൂറോളം സ്ട്രോങ് റൂമിന് പുറത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി. ചിലർ സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും വോട്ടെണ്ണലിന് മുമ്പ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾക്കായി പ്രത്യേക സ്ട്രോങ് റൂം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്ത് സുരക്ഷിതമാക്കിയിരിക്കുന്നു. പോളിംഗ് ഏജന്റുമാരുടെയും നിരീക്ഷകരുടെയും സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുകയാണ്. സ്ട്രോങ് റൂമിനുള്ളിൽ ഒരു കൃത്രിമവും നടന്നിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുകയാണ്. എല്ലാ പാർട്ടികളുടെയും ഏജന്റുമാരെ ഞങ്ങൾ അറിയിച്ചിരുന്നു. സ്ട്രോങ് റൂമിലെ EVMകൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും മനോജ് അഗർവാൾ പറയുകയാണ്. EVM സ്ട്രോങ് റൂമിൽ കൃത്രിമത്വം നടത്താൻ സാധ്യതയില്ല, കാരണം അവിടെ 24 മണിക്കൂറും CCTV ക്യാമറയുണ്ട്. ഹൈ ഡെഫിഷ്യൻസി ക്വാളിറ്റി CCTV സിസ്റ്റമാണ് അവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. പുറത്തു നിന്നുള്ള ആരും സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചിട്ടില്ല എന്നും അവിടെ 24 മണിക്കൂറും സൈന്യത്തിന്റെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ കാവലിലാണ് സ്ട്രോങ് റൂം ഉള്ളതെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്. മറുവശത്ത് വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി അസിസ്റ്റന്റുമാരായി നിയമിക്കാനുള്ള തീരുമാനത്തിന്റെ സാധ്യതയും കോടതി ശരിവച്ചിട്ടുണ്ട്. കൂടാതെ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇങ്ങനത്തെ ഒരു നീക്കം അവസാനം ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ അവസാനം ഇങ്ങനത്തെ ഒരു EVMുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം സൃഷ്ടിക്കുമെന്ന് BJP നേതാക്കൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് BJP നേതാക്കളും ഈ EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ ഇപ്പോൾ 24 മണിക്കൂറും അവരുടെ ഒരു നിരീക്ഷണമുണ്ട്. അവർ അതിന്റെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനൊന്നും അല്ല പോകുന്നത്. നല്ല രീതിയിൽ അവിടെ ഒരു ആക്രമണമൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി BJPക്കാരും അവിടെ അവരുടെ 24 മണിക്കൂറും അവർ ആ സ്ട്രോങ് റൂമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ട്. തൃണമൂൽ കോൺഗ്രസ്സുകാരും അങ്ങനെ BJPയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്.